പാമ്പ് പിടുത്തം അപകടം വരുത്തുന്നതാണ്. വാവാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പ് പിടിക്കാൻ ശ്രമിക്കരുത്, അനുകരിക്കരുത്. അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങൾ അതിന് ഉത്തരവാദികളെയല്ല. നമസ്കാരം, സ്നേക് മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തായാലും ഇന്നത്തെ ആദ്യത്തെ യാത്ര എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ മണ്ണന്തലയ്ക്ക് മുകളിൽ മുക്കോല കഴിഞ്ഞ് ഒരു വീട്ടിലൊരു കിണറ്റിലൊരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞു. നമ്മൾ ആ സ്ഥലത്തെത്തി. അപ്പം നമ്മുടെ അവിടെ ചെറിയ വീടാണ്. അപ്പം നമ്മൾ കാണാൻ വന്നവരെയൊക്കെ നമ്മൾ വഴിയിൽ നിൽക്കാൻ പറഞ്ഞു. കാരണം ഇവരെല്ലാം കൂടെ അവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് അപകടങ്ങൾ. കഴിഞ്ഞ ആഴ്ച ഞാൻ പത്തനംതിട്ടയിൽ ഒരു കിണറ്റിലൊരു പാമ്പിനെ എടുത്തുള്ളപ്പോൾ ജനങ്ങൾ കാണാനായിട്ട് വന്ന് ആകാംക്ഷയോടെ വന്ന് കവിഴ്ന്ന് കിടക്കുകയും അവിടുന്ന് മേളിൽ നിന്ന് കല്ല് എന്റെ തലയ്ക്ക് മേളിൽ കൂടെ താഴേക്ക് പോവുകയുണ്ടായി. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ അപകടം ഒഴിവാക്കാൻ വേണ്ടി ഇവരോട് പറഞ്ഞ് ഇവിടെ നിൽക്കണം. എന്തായാലും അവർ കേട്ടു. നമ്മൾ സമയങ്ങളിൽ നമുക്ക് ആദ്യത്തെ അതിഥിയെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇവിടെ അടുത്ത് ഒരു അമ്മയുടെ വീട്ടിൽ കിണറ്റിൽ ഒരു വയസ്സായ അമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു കിണറ്റിൽ ഒരു അതിഥിയെ കണ്ടു എന്ന് പറഞ്ഞു. നമ്മൾ സമയം കളയുന്നില്ല, ആ സ്ഥലത്തേക്ക് പോയി നോക്കാം നമ്മുടെ അതിഥി ആരാണ്. സ്ഥലമില്ല. നമ്മളെന്തായാലും ഈ സ്ഥലത്തെത്തി. കാരണം നമുക്ക് ഇവിടെ ഒരു കൊച്ചു വീടും ചെറിയ പറമ്പൊക്കെയാണ്. സാധാരണക്കാരായ ആൾക്കാർ താമസിക്കുന്ന ഒരു മേഖലയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ ഈ വിവാദ വിഷയമായ സ്ഥലത്ത് നമ്മളെത്തി. ഈ കാണുന്ന ചെറിയൊരു കിണർ, അത്ര അധികം ആഴമൊന്നുമില്ല. കാരണം നമ്മൾ പോകുന്ന കണക്കിന് ഒരു 10-40 അടി ആഴത്തിന് താഴെയുള്ളൂ. നല്ല വഴുക്കലുണ്ട്, നല്ല പായൽ പറന്ന് കിടക്കും. എന്തായാലും സമയം കളയുന്നില്ല. നമ്മുടെ ഈ കിണറ്റിലെ ഉപയോഗിക്കുന്ന കയറ് തന്നെയാണ്. നമുക്ക് നോക്കാം ഇതൊക്കെ വിലക്കുമെന്ന്. നമുക്കൊന്ന് ഇറങ്ങി നമ്മുടെ കാണാനായിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുകയാണ്. നമുക്ക് എന്തായാലും നോക്കാം നമ്മുടെ ഈ കിണറ്റിൽ നമ്മുടെ അതിഥി ആരാണെന്ന്. എന്തായാലും നമ്മള് വന്നെങ്കിലും പാഴായില്ല. അമ്മ കണ്ടത് ശരിയാണ്. ഒരു ചെറിയൊരു പാമ്പിനെ കാണാൻ ഇതാണ് വെട്ടം ഓടിക്കുന്നത്. ഇവിടെ കയറ് കിടക്കുന്നതിന്റെ സൈഡില് ഇതായിരിക്കുന്നു ഒരു ചെറിയ ചുവർ പാമ്പ്, ചുരുട്ട. അല്ലാതെ വലിയ ഈ ആൾക്കാർ കൂടി നിൽക്കും പോലത്തെ ഒരു വലിയ സംഭവമൊന്നുമല്ല, ചെറിയ ചുരുട്ട. നമുക്ക് എടുക്കാം. ആ സമയങ്ങളെല്ലാം നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ളതാണ്. നമുക്ക് ആ അതിഥിയെ ഒന്ന് എടുത്ത് കാണിക്കാം. ചുവർപ്പാമ്പ്, അതായത് ആളുകൾ കൂടി നിൽക്കും പോലത്തെ കാണാനുള്ള ഒരു സാധനമൊന്നുമല്ല. ചുവർപ്പാമ്പ് അഥവാ ചുരുട്ട എന്നറിയപ്പെടുന്ന, ഒര ചുരുട്ട എന്നറിയപ്പെടുന്ന അതിഥിയാണ്. നമുക്ക് ഈ അതിഥിയെ കൊണ്ട് കയറി വരാം. കാരണം നമ്മുടെ പ്രേക്ഷകരെക്കാളും ആകാംക്ഷയോടെ നിൽക്കുകയാണ് നമ്മുടെ നാട്ടുകാർ. ഇവിടുത്തെ അമ്മ പറഞ്ഞതുപോലെ അത്ര വലിയ സംഭവമൊന്നുമല്ല. ഒരു ചെറിയ ചുരുട്ട അഥവാ ചുവർ പാമ്പ്. സാധാരണ ഇത് കിണറ്റിലെ കണ്ടുവരുന്നൊരു പാമ്പാണ് ഇദ്ദേഹത്തിന് ഇത് നമുക്ക് അത്ഭുതമായിട്ട് കാണാൻ കഴിയില്ല. കാരണം ഇദ്ദേഹം അപ്പുറത്ത് പറമ്പെല്ലാം കാട് കയറി ചപ്പ് കയറി കിടക്കുകയാണ്.
അതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ കണ്ടുവരുന്നത്. എന്നിട്ട് ഈ വീട്ടിൽ ഒരു പ്രായമായ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ അമ്മ വേറെ ഏതോ ഒരു വീട്ടിൽ പോയിട്ടാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു ആ വീട്ടിലെ ഓണർക്കോ അല്ലെങ്കിൽ അടുത്തുള്ളവർക്കോ നമ്പർ എടുക്കാൻ പറയാം. അങ്ങനെ പിന്നെ കുറച്ച് ചെറുപ്പക്കാർ ഒക്കെ വിളിച്ചു. നമ്മൾ വന്നു, നമ്മളത് അതിഥിയെ എടുത്തു. ഈ ജനങ്ങൾ കൂടി നിൽക്കും പോലെ അവർക്ക് കാണാൻ പറ്റിയ ഒരു അതിഥിയല്ല അദ്ദേഹം. ചുവർ പാമ്പ് എന്നറിയപ്പെടുന്ന, ഇംഗ്ലീഷിൽ ഇതിനെ ഊൾഫ് സ്നേക്ക് എന്നറിയപ്പെടുന്ന, പണ്ട് നമ്മുടെ അമ്മമാർ ഇതിനെ വാരിച്ചുരുട്ട എന്നും ഉരച്ചുരുട്ട എന്നും ഒക്കെ വിളിക്കുന്നു, ചുവർ പാമ്പ് എന്ന് വിളിക്കുന്നു. എന്തായാലും ഇത് വെനമസ് അല്ല, കടിച്ചു എന്ന് പറഞ്ഞ് വേറെ അപകടമൊന്നുമില്ല. കടിച്ചാൽ മരുന്നിന്റെ ആവശ്യമില്ല, കടിച്ചാൽ ചുമ്മാ കടിച്ചോട്ടെ എന്ന് ചിന്തിക്കുക, അദ്ദേഹം കടിക്കും. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഈ അതിഥിയെ നമ്മൾ കവറിലാക്കുന്നു. അദ്ദേഹത്തിനെ കവറിലാക്കി അടച്ചതിന് ശേഷം നമ്മുടെ വീട്ടിന്റെ ഈ പാമ്പ് വളർത്തിയ അമ്മയുടെ അഡ്രസ്സ് ഒന്ന് എഴുതി വാങ്ങണം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്കായി യാത്രയാവാം. അതിനു മുന്നേ ഇതുപോലെ തന്നെ അടുത്തൊരു കിണർ, വെള്ളനാട് എന്ന് പറഞ്ഞ സ്ഥലം, നെടുമങ്ങാനടുത്ത് വെള്ളനാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇതുപോലെ ഒരു കിണറ്റിലൊരു അതിഥി ഇരിക്കുന്നു. നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവും. സ്നേക് മാസ്റ്റർ ടീം ഇപ്പോൾ എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂടിനടുത്ത് കുളത്തൂർ എന്ന സ്ഥലത്താണ്. ഇവിടെ ഒരു വീട്ടിലെ വർക്ക് ഏരിയയ്ക്കകത്ത് ഒരു അതിഥി കടന്നു പോയിന്ന് ഇനി ഇവർ പറഞ്ഞത് മൂർഖൻ എന്നൊക്കെയാണ്. പത്തി കണ്ടു എന്നെങ്കിലും എന്തായാലും നമുക്ക് സമയം കളയേണ്ട. നമ്മൾ ആ സ്ഥലത്തെത്തി, നമ്മുടെ വാഹനം കടന്നു പോകത്തില്ല. നമ്മൾ ആ സ്ഥലത്തെത്തി നമുക്ക് ഈ വഴിയിൽ കൂടി അല്പം മുന്നോക്കി നടന്നു പോകണം. നമുക്ക് നോക്കാം ആ അതിഥി ആരാണ്. ആൾ നോക്കിയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടായിരുന്നോ? അതിനിവിടെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു അതിനെ? അല്ല, അടച്ചതിന്റെ കാര്യമില്ല. എത്ര സമയമായി? ഇവര് പറഞ്ഞത് ചെറിയ ഒരു അതിഥി എന്നാണ്. എന്തായാലും നമുക്ക് നോക്കാം. അതിനകത്ത് ഒത്തിരി വീട്ടാവശ്യങ്ങളുള്ള സാധനങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് ഒക്കെ ഒന്ന് പുറത്തിറക്കി നമുക്ക് നോക്കാം, കിട്ടുമോ എന്നറിയില്ല. എന്തായാലും താഴെ തന്നെയായിരുന്നു കണ്ടത്, താഴെ തന്നെയായിരുന്നു കണ്ടത്. മുകളിലല്ലോ അല്ലേ? എന്തായാലും നമ്മുടെ അതിഥിയെ നമ്മൾ കണ്ടു. അവർ പറഞ്ഞ കണക്ക് നമുക്ക് എന്തായാലും അധികം കഷ്ടപ്പെടേണ്ടി, ഒരുപാട് തേങ്ങയും ചപ്പൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. മൂർഖൻ തന്നെയായിരുന്നു അതിഥി മൂർഖൻ തന്നെയാണ്. ഈ പാത്രങ്ങൾക്കിടയിൽ അദ്ദേഹം ഒളിക്കുകയായിരുന്നു. എന്തായാലും ഒരു കുഞ്ഞ് മൂർഖൻ, അത്ര വലിയ മൂർഖനൊന്നുമല്ല, ചെറിയ മൂർഖൻ. അതായത് കഴിഞ്ഞ മാറ്റിംഗ് സീസണിലുണ്ടായ, അല്ലെങ്കിൽ കഴിഞ്ഞ ഇണജേന്റെ സമയം, അല്ലെങ്കിൽ കഴിഞ്ഞ മുട്ടവരിയുടെ സമയത്തുണ്ടായ കുഞ്ഞാണ് ഇദ്ദേഹം. കഴിഞ്ഞ ഏപ്രിൽ മെയിൽ വിരിഞ്ഞ ആ മുട്ടയിൽ ഉൾപ്പെട്ട കുഞ്ഞാണ് ഇദ്ദേഹം. ഫീമെയിൽ പെൺ മൂർഖൻ പാമ്പിന്റെ കുഞ്ഞാണ്, അത്ര വലുതൊന്നുമല്ല. ഇത് സാധാരണ ഇതിൽ ഇവിടെ കാണാൻ സാധ്യത, കാരണം ഇവിടെയൊക്കെ നല്ല അടുത്തടുത്ത് തിങ്ങിയ വീടുകളുള്ളതുകൊണ്ട് ഇവിടെ ഇവരുടെ സാന്നിധ്യം, വെനമുള്ള പാമ്പുകളുടെ സാന്നിധ്യം കുറയേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ ഇത് എന്ത് പറ്റിയെന്ന് എനിക്ക് തോന്നുന്നു, വാഹനങ്ങളിൽ വല്ല ബൈക്കിൽ അങ്ങനെ എന്തെങ്കിലും സഞ്ചരിച്ച് വന്നതായിരിക്കാം. എന്തായാലും സ്പെക്ടിക്കൽഡ് കോബ്രയുടെ ചെറിയ നമുക്ക് എന്തായാലും നമ്മുടെ പ്രേക്ഷകർക്ക് ഇദ്ദേഹത്തിന്റെ വയറ്റിനകത്ത് എന്തോ ഭക്ഷണം കിടപ്പുണ്ട്. തവളയാണെന്ന് തോന്നുന്നത്. തവളയെ പിടിക്കാനായിരിക്കും അദ്ദേഹം വന്നത്. വയറിങ്ങനെ വീർത്തിരിക്കുന്നത് നമുക്ക് കാണാം. വയർ വീർത്തിരിക്കുന്നു. അപ്പോൾ തവളയെ പിടിക്കാനായിരിക്കും ഇരിക്കുമ്പോഴും അതുപോലെ ഈ തേങ്ങയ്ക്കകത്ത് വെക്കുമ്പോഴും അവിടെയൊക്കെ തണുത്ത അന്തരീക്ഷം പ്രബലമായതുകൊണ്ട് അവിടെ ചിലപ്പോൾ തവള വരാം. ആ തവളയെ പിടിക്കാനായി ഇവർ വരാം. അങ്ങനെ വന്ന് പെട്ടതായിരിക്കാം. കാണുക, സ്പെക്ടിക്കൽഡ് കോബ്ര എന്നറിയപ്പെടുന്ന നാജ എന്നറിയപ്പെടുന്ന മൂർഖൻ, സർപ്പം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിളിക്കാം.
എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഞാൻ പറഞ്ഞു നേരത്തെ കഴിഞ്ഞ സീസണിലുള്ള പാമ്പിന്റെ മുറുക്കൻ പാമ്പിന്റെ കുഞ്ഞാണ് ഇദ്ദേഹം. ഫീമെയിൽ പെണ്ണാണ് ഇദ്ദേഹം. ഇപ്പം നമ്മൾ ഇതുപോലെ കാഷ്വലായിട്ട് വന്ന് പിടിക്കുന്ന കണ്ടിട്ട് നമ്മുടെ പ്രേക്ഷകർ ഒരിക്കലും അനുകരിക്കരുത്. ഇത് ഞങ്ങൾ പറയുന്ന പാമ്പിനെ പേടിക്കണ്ട എന്ന് പറഞ്ഞാൽ പാമ്പിനെ പിടിക്കണമെന്നല്ല. കാരണം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ടേ ഉള്ളൂ നമ്മുടെ കേരളത്തിൽ എൻ്റെ സുഹൃത്ത് പാമ്പിനെ പിടിക്കുന്ന ഒരാൾ പാമ്പ് കടിയേറ്റ് മരണപ്പെടുകയുണ്ടായി. നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. നമ്മുടെ കേരളീയരെല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവരും അറിഞ്ഞിരുന്നു. ആറ്റിങ്ങൽ, തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലപ്പുറം ആലങ്കോടിനപ്പുറം ചാത്തൻപറ എന്ന് പറയുന്ന സ്ഥലത്ത് പാമ്പിനെ പിടിക്കുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. ശ്രീമാൻ പ്രേം സലീം അവர்களായിരുന്നു. അദ്ദേഹത്തിന് ഇതുപോലെ ഒരു കോൾ വരികയും അദ്ദേഹം കല്ലമ്പലത്തിനടുത്ത് ഒരു കോൾ വരികയും അദ്ദേഹം അതിനെ പിടിക്കുകയും ജനങ്ങൾക്ക് വേണ്ടി റോഡിൽ കൊണ്ടുവച്ച് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ആൾക്കാരുടെ ക്യാമറയുടെ ഫ്ലാഷിന്റെ എന്തോ ഒരു അശ്രദ്ധ വന്നുകൊണ്ട് പെട്ടെന്ന് അത് ചാടി അദ്ദേഹത്തിന്റെ കാലിലേക്ക് അടിക്കുകയും വൈകിട്ട് 4 മണി 5 മണിയോടെ ഈ സംഭവം നടക്കുകയും രാത്രി 10, 10, 11 മണിയോടുകൂടി അദ്ദേഹത്തിന് ക്രിട്ടിക്കലാവുകയും ഹോസ്പിറ്റലൈസിലായിരുന്നു, മെഡിക്കലിലായിരുന്നു. ക്രിട്ടിക്കലാവുകയും പെട്ടെന്ന് സഡനായിട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുകയും മരണപ്പെടുകയും. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുമ്പോൾ മറ്റ് ഇതുകൊണ്ടല്ല ഹാർട്ട് അറ്റാക്ക് വന്നത്. പാമ്പിന്റെ വെനം, മുറുക്കൻ പാമ്പിന്റെ വെനം ഹാർട്ടിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ മുറുക്കൻ പാമ്പിന്റെ കടിയേറ്റ് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി അദ്ദേഹത്തിന് മരണം സംഭവിച്ചത് നമ്മളെല്ലാവരും കേരളീയരെല്ലാവരും അറിഞ്ഞാണ്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി ഒരു കാരണവശാലും ഇത് അനുകരിക്കരുത്. ഞങ്ങൾ സ്നേക് മാസ്റ്റർ ടീമിലൂടെ അല്ലെങ്കിൽ സ്നേക് മാസ്റ്റർ പ്രോഗ്രാമിലൂടെ നമ്മുടെ പ്രേക്ഷകരോട് പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ ആരും ഇത് അനുകരിക്കരുത്, മുതിർന്നവരും അനുകരിക്കരുത്. പാമ്പിനെ പേടിക്കേണ്ടത് നമ്മുടെ പല വീടുകളിലും ചെല്ലുമ്പോൾ പാമ്പിനെ കണ്ടിട്ട് വീട് മാറിപ്പോകുന്ന ആൾക്കാർ, പാമ്പ് കിണറ്റിൽ വീണാലും ആ കിണറ്റിൽ മൂടുന്ന ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ട് അവരെയൊക്കെ ബോധവൽക്കരിക്കാനും ഈ സാധുജീവി മനുഷ്യന് ഉപകാരമുള്ള ജീവിയാണെന്നും പ്രകൃതി സംരക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട ജീവിയാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ അങ്ങനെ ഒരു അവയർനെസ് ആണ് സ്നേക് മാസ്റ്റർ ടീം ഉദ്ദേശിക്കുന്നത്. അത് 100-ൽ 99% വിജയിച്ചു വരുന്നു. അത് 1% ആൾക്കാരാണ് അശ്രദ്ധ കൊണ്ട് പത്രവാർത്തയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റ് അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയോ ഇതിനെ പിടിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതിന് ഒരു കാരണവശാലും അത് അനുകരിക്കരുത്, അപകടമാണ് എന്ന് ഞങ്ങൾ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുന്നു. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം തമിഴ്നാട്ടിൽ നിന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു രാവിലെ 11 മണിയോടുകൂടി. അദ്ദേഹം പറഞ്ഞു അവിടെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് വരുന്ന പാമ്പിനെയൊക്കെ പിടിക്കുന്ന ഒരാളായിരുന്നു എന്നെ വിളിച്ചത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അവരും പാമ്പിനെ പിടിക്കുന്നു, പക്ഷെ അവർ പാമ്പിനെ പിടിക്കുമ്പോൾ കവണയോ അല്ലെങ്കിൽ ചാക്കോ ഒക്കെ തലയിലിട്ട് പിടിക്കുന്നതാണ്. അപ്പോൾ അവർക്ക് അതിനുവേണ്ടി ട്രെയിനിങ് കൊടുക്കണം. പാമ്പിനെ ഞാൻ ഉയർത്തി പിടിക്കും പോലെ പാമ്പ് കിങ് കോബ്രയെ പിടിച്ച് പണം ഉയർത്തി എടുക്കണം എന്നായിരുന്നു അവരെ ആഗ്രഹം. ഞാൻ പറഞ്ഞൊരു കാര്യം, നിങ്ങൾക്ക് അവിടെ നല്ല ഹോസ്പിറ്റലില്ല. അതുമാത്രമല്ല, എനിക്ക് മുറുക്കൻ പാമ്പിന്റെയോ അണലിയുടെയൊക്കെ കടി പെട്ടെന്ന് ഏറ്റാൽ എന്റെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ അതിജീവിച്ചത്. അപ്പോൾ അദ്ദേഹം എടുത്തു പറഞ്ഞ ചോദ്യം, പിന്നെ എങ്ങനെയാണ് സാറ് പിടിക്കുന്നതെന്ന് എന്റെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ സുഹൃത്തെ, നിങ്ങൾ ശ്രദ്ധിക്കുക, എനിക്ക് എന്റെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായത് കൊണ്ടാണ് അല്ലെങ്കിൽ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളത് ഒരിക്കലും അനുകരിക്കരുത്, അത് അപകടമാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്നെ അവർ ക്ഷണിച്ചിട്ടുണ്ട് അടുത്തൊരാഴ്ചയിൽ അവിടുത്തെ DRO റേഞ്ച് ഓഫീസർ പറഞ്ഞിട്ട് ഞാൻ ചെന്ന് അവർക്കൊരു അവയർനെസ് ക്ലാസ് അല്ലെങ്കിൽ ബോധവൽക്കരണ ക്ലാസ് ചെയ്യണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതും അടുത്ത സംസ്ഥാനത്തേക്ക് നമ്മൾ കടക്കാൻ ശ്രമിക്കുകയാണ്. കഴിയുമെങ്കിൽ സ്നേക് മാസ്റ്റർ ടീമും ഉണ്ടാകുമെന്നാണ് എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്. എന്തായാലും നമ്മുടെ ദൗത്യം കഴിഞ്ഞു. നമ്മുടെ കൊച്ചു മൂർഖൻ പാമ്പിനെ, സർപ്പത്തെ, നമ്മൾ നാഗത്തെ, മൂർഖനെ നമ്മൾ കുപ്പിയിലാക്കി അല്ലെങ്കിൽ ബോട്ടിലാക്കി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുകയാണ്. സ്നേക് മാസ്റ്റർ ടീമിന്റെ യാത്ര ഇപ്പോൾ എത്തി നിൽക്കുന്നത് ആറ്റിങ്ങലിനടുത്താണ്. തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങലിനടുത്താണ്. ഇവിടെ നമ്മുടെ പ്രിയ സഹോദരിമാര് പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിൽ 2 പാമ്പുകൾ ഇങ്ങനെ ഓടിപ്പോയി വനത്തിൽ കയറിയെന്നാണ് പറഞ്ഞത്, ഹാളിൽ കയറിയെന്നാണ് പറഞ്ഞത്. നമ്മൾ ആ സ്ഥലത്തെത്തി. ഇനി സമയം കളയുന്നില്ല, നമുക്ക് ആ സ്ഥലത്തേക്ക് പോയി ആ അതിഥി ആരാണെന്ന് നോക്കാം. ഇവിടെ അടുത്ത് പറമ്പ് വൃത്തിയാക്കുന്നതിനിടയിലാണ്. ഇനി ചേരയാണെന്നോ മൂർഖനാണെന്നോ അറിയില്ല. എന്തായാലും അവർ വലിയ മൂർഖനെന്നാണ് പറഞ്ഞത്. 10 അടി നീളം ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് സമയങ്ങളിൽ ആ സ്ഥലത്തേക്ക് പോകാം, നോക്കാം ആ അതിഥി ആരാണ്. എന്തായാലും നമ്മുടെ വിവാദ വിഷയമായ സ്ഥലത്തെത്തി. വീട്ടിന്റെ ഓണർ ചേച്ചിയാണ് അടുത്ത് നിൽക്കുന്നത്. ഈ ചേച്ചിയല്ല, അപ്പുറം നിൽക്കുന്നത്. ആ ചേച്ചി പറയുന്നു കുഴപ്പമില്ല, ആ മാള ഇടിച്ച് എത്രത്തോളം ഇടിച്ചാലും ആ പാമ്പിനെ പിടിക്കാന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് തോന്നുന്നില്ല അവര് വിചാരിക്കുന്നത് ചെറിയ പണിയാണെന്ന്. പക്ഷെ അല്ല, ഇതൊരു 28ന്റെ പണി, മോട്ടി 24ന്റെ പണിയാണ്. ഒത്തിരി ഇടിക്കേണ്ടി വരും. എന്തായാലും നമുക്ക് അവരുടെ പേടി എന്തായാലും നമുക്ക് മാറ്റിയേ പറ്റൂ. എന്തായാലും നമുക്ക് തുടങ്ങാം നമ്മുടെ അതിരിടിക്കാനുള്ള പണി. ഇന്നിപ്പോ അതിരിടിച്ചാൽ നാളെ ഒരു കരിങ്കിലിറക്കി കെട്ടിയാൽ മാത്രം മതി, അത്രയ്ക്ക് നന്നായിട്ട് ഇടിക്കേണ്ടി വരും. എന്തായാലും നമുക്ക് തുടങ്ങാം നമ്മുടെ ദൗത്യത്തിലേക്ക് നമുക്കിറങ്ങാം. ഏതിലേട്ടാ ഇതിലോ?
സത്യം പറഞ്ഞാൽ ഇത് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു ദ്രോഹമാണ്. കാരണം നമ്മുടെ പ്രോഗ്രാം കണ്ടിട്ട് ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തിനാ സുരേഷ് ഈ പറമ്പിലൊക്കെ പോയി പാമ്പിനെ കളച്ചു? ഇതൊന്നും ഒരിക്കലും ആർക്കും ഒരു ദോഷം ചെയ്യുന്ന ഒരു സ്ഥലമല്ല. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പാമ്പ് എല്ലായിടത്തും ഉണ്ടാവും. ഇതിപ്പോൾ ആവശ്യമില്ലാതെ ഒരു പാമ്പിനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വിളിച്ചു കൂട്ടിയിട്ട് ആർക്കും ഒരു ബാധ്യതയില്ല, വിളിക്കുന്നവർക്കും ബാധ്യതയില്ല, കാണാൻ വേണ്ടി മാത്രം എല്ലാവരും വന്ന് കൂടി നിൽക്കുന്നു. ഒരു സഹായം ചെയ്യാൻ പോലുമുള്ളൊരു മനസ്സ് ചില സ്ഥലങ്ങളുണ്ട്. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഒരാളാണ് മുന്നോട്ട് വന്ന് വെട്ടാനും കളയ്ക്കാനും ഒക്കെ. ഇതിപ്പോൾ എനിക്ക് എൻ്റെ തലയെഴുത്ത് പോലെയാണ് ഈ പറമ്പിൽ കാണുന്ന പാമ്പുകളെയൊക്കെ പോയി കളച്ച് പിടിക്കുക എന്നുള്ളത്. അതുപോലെ എന്തായാലും ഇങ്ങനത്തെ ഉള്ള ഒരു പരിപാടികളിൽ നിന്ന് നിങ്ങൾ ഈ പ്രേക്ഷകർ കാണുന്നവരെങ്കിലും വിട്ടു നിൽക്കണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. എന്തായാലും ഞാൻ ഇവിടുത്തെ കോള് വന്നപ്പോഴേ വിളിച്ച ഒരു ചേച്ചിയോ ലേഡിയോ ആരോണ് വിളിച്ചത്, അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ആ പാമ്പിനെ കിട്ടത്തില്ല, അത് ആ പൊനം ഒരുപാട് ഉള്ളിലേക്ക് കാണുന്നു. അപ്പോൾ അവരൊന്നില്ല, കാണുന്നുണ്ട്, പുറത്തുനിന്ന് പാമ്പിനെ കാണുന്നു. അപ്പോഴേ ഞാൻ എൻ്റെ കിഷോർജിയോട് പറഞ്ഞായിരുന്നു, ഈ വെറുതെയാണ് ഈ യാത്രയെന്ന്. എന്തായാലും വെറുതെയായി. അവിടെ നമ്മൾ കുറച്ച് ഇടിച്ചപ്പോൾ തന്നെ ആ ഉള്ളിലേക്ക്, ഇനിയും ഒരു 5 അടി ഉള്ളിലേക്കാണ് ആ മാളം കാണുന്നത്. അവിടെ നിന്ന് പിന്നെ ഡൈവേഷനെ പല ദിശയിലേക്ക് ആ മാളം പോകുന്നുണ്ട്. അപ്പോൾ നമുക്കത് അവിടെ താമസിക്കുന്ന ചേട്ടനെ വാടകയ്ക്കാണ് താമസിക്കുന്നത്, ഓണറല്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകേട്ട് നമുക്കത് ഇടിക്കാൻ കഴിയില്ല. കാരണം അത് പിന്നെ ഒരു വഴക്കിലോ ഒരു കോടതിയെ സമീപിക്കേണ്ട അവസ്ഥയിലേക്ക് പോകും. ഒരുപാട് ഉള്ളിലേക്ക് ആ മാളം ഉള്ളതുകൊണ്ട് നമ്മൾ ആ ദൗത്യം ഇവിടെ ഉപേക്ഷിക്കുന്നു. ഇവരുടെ യാത്ര പറയുന്നു. അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത അതിഥിക്കായി പുതിയ സ്ഥലത്തേക്ക് യാത്രയാവും. പാമ്പുകളെ കണ്ടാൽ നിങ്ങളും വാവാ സുരേഷിനെ വിളിക്കും. വിളിക്കേണ്ട നമ്പർ 9387979441.